ATMകളിൽ 2000 രൂപയുടെ കറൻസി മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതാണ് ഇപ്പോൾ ആളുകൾ നേരിടുന്ന പ്രതിസന്ധി. 500 രൂപയുടെ നോട്ടുകൾ എത്തുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നായിരുന്നു പ്രതീക്ഷ. കോഴിക്കോട് നഗരത്തിൽ പ്രമുഖ ബാങ്കുകളോട് ചേർന്നുള്ള ATMകളാണ് പ്രവർത്തിക്കുന്നത്. ലഭിക്കുന്നതാവട്ടെ 2000-ന്റെ നോട്ടുകളും. 100-ന്റെയും 50-ന്റെയും നോട്ടുകൾ കിട്ടാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പല കാരണങ്ങളും നമുക്ക് കൂലി ദിവസം ശനിയാഴ്ചകളിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ പറ്റാതെ വരിക. ഇന്നലെ തന്നെ നമ്മൾ പൈസ തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൈസക്ക് സാധനം വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. 500-ന്റെ നോട്ടുകൾ വടക്കൻ കേരളത്തിൽ വിതരണം ചെയ്തിട്ടില്ല. നാളെ മുതൽ ATMകളിൽ 500 രൂപ നോട്ടുകൾ ലഭ്യമായി തുടങ്ങുമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. തിരുവനന്തപുരത്ത് പ്രധാന ബാങ്കുകളോട് ചേർന്ന ATMകളിൽ 500-ന്റെ നോട്ടുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഗ്രാമീണ മേഖലകളിലെ ATMകൾ പ്രവർത്തിക്കാത്തത് ആളുകളെ വലച്ചു. കൊച്ചിയിലെ ATMകളിലും 500-ന്റെ നോട്ടുകൾ എത്തിയിട്ടില്ല. ചെറിയൊരു കടയിൽ ചെന്നിട്ട് നമ്മളൊരു വെജിറ്റബിൾ ഷോപ്പിലാണ് ചെല്ലുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 150-160 റുപ്പീസിൻ്റെ പർച്ചേസ് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ആകെ നമ്മുടെ കയ്യിലുണ്ടാവുന്ന 2000 റുപ്പീസിൻ്റെ നോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരയിൽ കൊടുക്കാൻ നേരത്ത് പറയും സാധനോട് വെച്ച് ഞങ്ങളുടെ 2000-ന് ചേഞ്ച് തരാനില്ല. അതേപോലെ തന്നെ ഓരോ ചെറിയ സാധാരണക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുഴപ്പങ്ങൾ. പുതുതലമുറ ബാങ്കുകളുടെ ATMകൾ മിക്കതും അടച്ചിട്ടിരിക്കുകയാണ്. പണം ലഭിക്കാത്തതാണ് കാരണം. പുതിയ 500 രൂപ നോട്ടുകൾ ബാങ്കുകളിൽ നിന്നും ATMകളിൽ നിന്നും ലഭ്യമായി തുടങ്ങാതെ സാധാരണക്കാരന്റെ നോട്ടിനായുള്ള നെട്ടോട്ടം അവസാനിക്കില്ല. കോഴിക്കോട് നിന്നും PL കിരണൊപ്പം ആരതി കൃഷ്ണ, മീഡിയ 1.